യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ യഹൂദര് അവനെതിരെ പിറുപിറുക്കുകയാണ്. യഹൂദർ പറയുന്നു, ഇവൻ ജോസഫിന്റെ മകനല്ലേ, ഇവന്റെ അപ്പനെയും അമ്മയും എനിക്ക് അറിഞ്ഞുകൂടെ, ഇവനാണോ പഠിപ്പിക്കാൻ നിൽക്കുന്നത്, സ്വർഗത്തിൽ നിന്നൊക്കെ വരുന്നുവെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ പെറുവെറുപ്പ് നടക്കുന്ന സമയത്ത് യേശു പറയുന്നുണ്ട്, പിതാവിനെ ആകർഷിക്കാതെ എനിക്കൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്വഭാവം അത്. മുൻവിധികളും വില കുറച്ച് കാണുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ അവരെ വില കുറച്ച് കാണുള്ളൂ. നമ്മളാണ് ഏറ്റവും വലിയുള്ളവർ, നമുക്കെല്ലാം കഴിയും, മറ്റുള്ളവർക്കൊന്നും കഴിയില്ല എന്നൊരു ചിന്തയാണ് നമുക്കുള്ള ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾ അപ്പോഴേക്കൊരു കമൻ്റ് അടിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഒരു കമൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാകും. എല്ലാവരെയും കുറിച്ചൊരു കമൻ്റ് ഉണ്ടാകും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വിലയിരുത്തി വെച്ചേക്കാം, അവർക്കൊരു മാർക്കിട്ട് വെച്ചേക്കാം, അവർക്കത് പറ്റില്ല, ഇവർക്കത് പറ്റില്ല, ഇവർക്കത് പറ്റും. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്ര നല്ല പാട്ടുകാരനായാലും എത്ര നല്ല പ്രസംഗകനായാലും ഒന്ന് തൊണ്ടറിയാൻ മതി, കഴിഞ്ഞു എല്ലാം. ദൈവം കൂടിയില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായാലും, എത്ര കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായിരുന്നാലും, ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോഴായാലും ഞാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ആരെയും വില കുറച്ച് കാണാതിരിക്കുക. വില കുറച്ച് എപ്പോൾ കണ്ടു തുടങ്ങിയോ അവിടെയൊക്കെ പ്രശ്നങ്ങളായി. നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ, നമുക്ക് എല്ലാത്തിനും സാധിക്കും, മറ്റുള്ള ആർക്കും ഒന്നും കഴിയില്ല, അവരിങ്ങനെയൊക്കെ കുറവുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന്. ദൈവത്തിൻ്റെ കഴിവുണ്ട്. നമ്മൾ പ്രവാചകന്മാരെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മോശയും ജോഷയും അതുപോലെ ഇവരൊക്കെ കുറവുകളുള്ളവരാണ്. ഈ കുറവുകളുള്ളവർ വ്യക്തികളെയൊക്കെ ദൈവം എടുത്തതിന് ശേഷം ദൈവമാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. ഈ ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആരെയും വില കുറിച്ച് കാണാതിരിക്കുക. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണ് പറയുക. കവർ കണ്ടുകൊണ്ട് ഒരു പുസ്തകത്തെയും വിലയിരുത്തരുത്. ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുക.